ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനിക്കുന്ന കുഞ്ഞിന് മഞ്ഞപ്പ് ഉണ്ടാവാതിരിക്കാനായി ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ വയറ് വെയിൽ കൊള്ളിച്ചാൽ മതിയോ എന്നത് മിക്കവർക്കുമുള്ള ഡൗട്ടാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പ് ഉണ്ടാവാതിരിക്കാൻ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ വയറ് വെയിൽ കൊള്ളിച്ചാൽ മതി എന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. വയറ് വെയിൽ കൊള്ളിച്ചതുകൊണ്ട് കുഞ്ഞിന് മഞ്ഞ ഉണ്ടാവാതിരിക്കില്ല. കുഞ്ഞിന് മഞ്ഞപ്പ് ഉണ്ടാകുന്നത് വെയിൽ കൊള്ളിക്കാത്തത് കൊണ്ടുമല്ല, അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഗർഭിണികൾ വെയിൽ കൊള്ളുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണം ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി കിട്ടും എന്നതാണ്. കാൽസ്യം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ വൈറ്റമിൻ ഡി കൊണ്ട് സാധിക്കും. അമ്മയുടെയും കുഞ്ഞിൻ്റെയും എല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ വെയിൽ കൊള്ളുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ഇത് കുഞ്ഞിൻ്റെ മഞ്ഞപ്പുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രം. ഓവറായിട്ട് വെയിൽ കൊള്ളുന്നതും ദോഷമാണ്. അരമണിക്കൂറിൽ കൂടുതൽ വെയിൽ കൊള്ളേണ്ടതില്ല. വെയിൽ കൊള്ളണോ, എത്ര സമയം, ഏത് സമയം വെയിൽ കൊള്ളണം എന്നൊക്കെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുമ്പോഴാണ് മഞ്ഞ ഉണ്ടാകുന്നത്. കുഞ്ഞ് നന്നായി പാലൊക്കെ കുടിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കുറയുന്നതാണ്. 60% കുഞ്ഞുങ്ങളിലും മഞ്ഞപ്പ് ഉണ്ടാവാറുണ്ട്. ഇതിൽ 10% കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ചികിത്സ വേണ്ടി വരാറുള്ളൂ. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുമ്പോഴാണ് മഞ്ഞപ്പ് ഉണ്ടാകുന്നത്. നവജാത ശിശുക്കളിൽ ആദ്യത്തെ കുറച്ചു ദിവസം പാല് കുടിക്കുന്നത് കുറവായതുകൊണ്ടും കരളിൻ്റെ വളർച്ച പൂർണ്ണതയിൽ എത്താത്തതുകൊണ്ടും കുഞ്ഞുങ്ങളിൽ രക്താണുക്കളുടെ അളവ് കൂടുതലായതുകൊണ്ടും മഞ്ഞപ്പ് ഉണ്ടാകാം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നന്നായി പാല് കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞാലൊക്കെ ഈ മഞ്ഞപ്പ് കുറയുന്നതാണ്. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഈ മഞ്ഞപ്പ് സീരിയസ് ആയി കാണാറുണ്ട്. ലിവർ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളപ്പോഴും അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ച് ആകാതിരിക്കുമ്പോഴും അണുബാധകൾ ഉണ്ടായാൽ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് രക്താണുക്കളെ ബാധിക്കുന്ന അസുഖങ്ങൾ കൊണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പ് കൂടാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് മഞ്ഞപ്പ് ഉണ്ട് എങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണുകയും മഞ്ഞയുടെ അളവ് എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും വേണം. ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് പറയുകയാണ് എങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.